നോർമലി CGI VFX എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ബ്ലൂ സ്ക്രീൻ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനാണ്. അതല്ലാതെ ബ്രൗൺ കളറിലെ സ്ക്രീനിൽ VFX ചെയ്യുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സോ ഈ സാൻസ്ക്രീൻ ഇങ്ങനെ പോപ്പുലറായിട്ട് ഉപയോഗിച്ച് കണ്ടത് ഡ്യൂൺ സിനിമയിലുണ്ട്. 2021 ഡ്യൂണിൽ ഫസ്റ്റ് പാർട്ടി ഡ്യൂൺ 2 അത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം ഡ്യൂണിൻ്റെ പ്രത്യേകത എന്താ? കംപ്ലീറ്റ് ഡെസേർട്ടാണ്. ഡെസേർട്ടിലാണ് ആ സ്റ്റോറി കംപ്ലീറ്റ് പോകുന്നത്. അപ്പോൾ ഡെസേർട്ടിൽ ഈ ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോട്ടീസബിളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആദ്യം ഈ ഗ്രീൻ സ്ക്രീൻ്റെയും ബ്ലൂ സ്ക്രീൻ്റെയും പ്രശ്നം എന്താണെന്ന് പറയാം. ഫിലിം മേക്കേഴ്സിന് സ്ഥിരമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റായിട്ട് അതിനെ VFX ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴത്തേന് സ്ക്രീനിൻ്റെ റിഫ്ലക്ഷൻ സബ്ജക്റ്റിലോട്ട് വരുന്നു. അല്ലെങ്കിൽ ചില ഇടത് ഈ സ്ക്രീനിന് റിങ്കിൾസ് ഉണ്ടെങ്കിൽ അത് അവിടെ പിക്ചർ ചെയ്യുന്നതിന് പ്രശ്നങ്ങളുണ്ട്. സോ അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഈ സാൻ സ്ക്രീൻ എന്ന് പറയുന്നൊരു തോട്ട് വന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു സാൻ സ്ക്രീൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. കാരണം ഡെസേർട്ടിൽ ആ ഒരു ഡ്യൂൺസിൻ്റെ കളർ ബ്രൗണാണ്, അപ്പോൾ ഈ സ്ക്രീന് സാൻഡ് കളറാണ്. അപ്പം അവിടെ ഇപ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടായാലും കുഴപ്പമില്ല. മാത്രമല്ല ഈ സാൻഡ് സ്ക്രീൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു കളറാണ്. സാൻഡ് കളർ, ബ്രൗൺ കളർ അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സിനാണെങ്കിലും കാസ്റ്റിനാണെങ്കിലും കൂടുതലും ഗ്രൗണ്ടഡ് ആയിട്ട് തോന്നും. ഈ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അവർ വേറെ എവിടെയോ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. മാത്രമല്ല ഈ യെല്ലോയിഷ് ബ്രൗൺ കളർ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ ലൈറ്റ് സ്പെക്ട്രത്തിൽ കളർ സ്പെക്ട്രത്തിൽ ബ്ലൂ കളറിൻ്റെ ഓപ്പോസിറ്റാണ് ഈ യെല്ലോയിഷ് ബ്രൗൺ കളർ എന്ന് പറയുന്നത്. അപ്പം VFX ചെയ്യുമ്പോൾ ആ കളർ ഇൻവെർട്ട് ചെയ്യാനുള്ള ഈസിയാണ്. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.